ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്ററാണ്. അതൊരു കുഞ്ഞു പോയമാണ് കേട്ടോ. പോയെന്ന് പറഞ്ഞാൽ എന്താണ്? കവിത അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എ ഫ്രണ്ട് എന്നാണ്. ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് ആരാന്നറിയോ? എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് എന്ന് പറയുന്ന പോയറ്റാണ്. ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിൽ, അതായത് എ ഫ്രണ്ട്, ആ ഒരു ടൈറ്റിൽ തന്നെ നമുക്കിതിൻ്റെ ഒരു കണ്ടൻറ്റ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? എന്തായിരിക്കും? മക്കളൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ. എ ഫ്രണ്ട്, അതാണ് ടൈറ്റിൽ. അപ്പോൾ എന്തായിരിക്കും? ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും അല്ലേ? ഇതാണ് മെയിൻ തീമായിട്ട് നമ്മൾ ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഫ്രണ്ട്ഷിപ്പ്, ഒരു ഫ്രണ്ട്, അതായത് ഒരു സുഹൃത്ത് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു കവിതയിലൂടെ എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ കവിതയിലേക്ക് പോയാലോ. ഒരു പോയം തുടങ്ങുന്നതിന് മുന്നേ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. യു ഹാവ് മെനി ഫ്രണ്ട്സ്, ഹാവൻറ്റ് യു? നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ? അതെ, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം? എന്തൊക്കെ ക്വാളിറ്റീസാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഇഷ്ടമുള്ളത് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ എന്താണ്, നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടിയാൽ നമ്മളുടെ ഫ്രണ്ടാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യുമായിരിക്കും ഇല്ലേ? ഷെയർ ചെയ്യും. അതുപോലെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അയ്യോ അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ് എന്ന് നമുക്ക് പറഞ്ഞു തരും അല്ലേ? അതുപോലെ എന്താണ്, നമ്മളിപ്പം എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയില്ല, നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അത് പറഞ്ഞു തരും അല്ലേ? അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് നമ്മൾക്ക് നമ്മളുടെ ഫ്രണ്ട്സിൽ ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ പോയത്തിലേക്ക് പോകാം. നൗ റീഡ് ദ പോം അബൌട്ട് എ ട്രൂ ഫ്രണ്ട്. ഓക്കെ, അപ്പം ഒരു ട്രൂ ഫ്രണ്ടിനെ കുറിച്ചുള്ള ഒരു പോയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു പോയത്തിൻ്റെ ഫസ്റ്റ് ആൻസർ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. A friend is one who stands to share your every touch of grief and care. He comes by chance but stays by choice. Your praises he is quick to voice. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ആൻസർ. ഇനി നമുക്ക് 2 ലൈൻസ് നോക്കാം. ഫസ്റ്റ് 2 ലൈൻസ് നോക്കാം. A friend is one who stands to share your every touch of grief and care. ഈ 2 ലൈൻസിൽ എന്താണ് പറയുന്നത്? അതായത് ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? നമ്മളുടെ സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും എല്ലാം നമ്മുടെ കൂടെ നിന്ന് നമുക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാളായിരിക്കണം അല്ലേ? ഇനി നെക്സ്റ്റ് ലൈൻസ് നോക്കാം. ഹി കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. യുവർ പ്രൈസസ് ഹി ഈസ് ക്വിക്ക് ടു വോയിസ്. എന്ന് വെച്ചാൽ എന്താണ്? ഹി കംസ് ബൈ ചാൻസ്, അത് ആൾ എന്താണ്, ബൈ ചാൻസ് വന്നിട്ടുള്ളതാണ്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നിട്ടുള്ള ആളാണ്. നമ്മളുടെ ലൈഫിൽ ഒരുപാട് പേര് വരും, നമ്മുടെ ഫ്രണ്ട് ആയിരിക്കും, പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ അവർ പോകുന്നുണ്ടാവും. പക്ഷെ ചിലർ അല്ലെങ്കിൽ ഒരാൾ എന്നും നമ്മളുടെ കൂടെ ഉണ്ടാവും. അതാണ് ആ ഒരു ലൈനിൽ പറയുന്നത്. ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്, അതായത് ഓരോരുത്തരുടെ ചോയ്സാണ് എന്നും ഒരുമിച്ച് നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പോൾ 2 പേര് ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ചോയ്സാണത്, എന്നും ഒരേപോലെ ഒന്നിച്ച് കൂട്ടുകാരായിട്ട് നിൽക്കാം എന്നുള്ളത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ലൈൻ പറയുന്നത് യുവർ പ്രൈസസ് ഹി ഈസ് ക്വിക്ക് ടു വോയിസ്. മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ഒരുപാട് സ്കിൽസ് ഉണ്ടാവും. അപ്പം ഡാൻസ് കളിക്കാൻ അറിയുണ്ടാവും, പാട്ട് പാടാൻ അറിയുണ്ടാവും, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട് യാതൊരുവിധ അസൂയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങളെ എന്ത് ചെയ്യുകയാണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പുകഴ്ത്തി പറയുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇൻസ്റ്റാൻസിലേക്ക് പോവാം. No grievous fault or passing whim can make an enemy of him. And though your need be great or small, his strength is yours throughout it all. ഇതാണ് സെക്കൻഡ് സ്റ്റാൻസ. അപ്പം ഫസ്റ്റ് 2 ലൈൻസ് നോക്കാം. No grievous fault or passing whim can make an enemy of him. എന്താണ് പറയുന്നത്? നിങ്ങളിപ്പോൾ വലിയൊരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ചെറുതും ആയിക്കോട്ടെ, പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ എനിമി ആവില്ല ആ ഒരു തെറ്റ് നിങ്ങൾ ചെയ്തതുകൊണ്ട് അല്ലേ? അതാണ് ഈ ഒരു ലൈൻസിൽ പറയുന്നത്. ഇപ്പം നമ്മളൊരു വലിയ തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ചെറിയ തെറ്റാണെങ്കിലും അത് തിരുത്തി തന്ന് നമ്മളെ നേർവഴിക്ക് നടത്തുന്നവരാണ് നമ്മളുടെ ഒരു ട്രൂ ഫ്രണ്ട് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു തെറ്റുകൊണ്ട് ഒരിക്കലും നിങ്ങളെ പിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ എനിമി ആവാനോ ഉള്ള കാരണം ആവില്ല എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ലൈൻസ് നോക്കാം. ആൻഡ് ദോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മോൾ,
എന്താണ് നിങ്ങളുടെ ആഗ്രഹം, അത് വലുതോ അല്ലെങ്കിൽ ചെറുതോ ആവട്ടെ. ഹിസ് സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. അതായത് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ ആ ഒരു ഡ്രീം, അത് എത്ര വലുതും ആയിക്കോട്ടെ എത്ര ചെറുതും ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് കിട്ടുന്നത് വരെ, നിങ്ങളുടെ നീഡ് അത് നിങ്ങൾക്ക് കിട്ടുന്നത് വരെ അവൻ നിങ്ങളുടെ കൂടെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ടീവായിട്ട് കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തേർഡ് സ്റ്റാൻസ ഒന്ന് വായിക്കാം. No matter where your path may turn, your welfare is his chief concern. No matter what your dream may be, he prays your triumph soon to see. സോ ഇതാണ് നമ്മളുടെ തേർഡ് സ്റ്റാൻസ. അതിലെ ഫസ്റ്റ് 2 ലൈൻസ് നോക്കാം. No matter where your path may turn, your welfare is his chief concern. എന്താണ് പറയുന്നത്? ഇപ്പോൾ നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം എല്ലാവർക്കും ഒരേ ഇഷ്ടങ്ങളായിരിക്കില്ല. ചിലർക്ക് പടം വരയ്ക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് പൈലറ്റ് ആവാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഡോക്ടർ, ചിലർക്ക് എൻജിനീയർ, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടങ്ങളായിരിക്കും. അപ്പം ഒരു ടൈം കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ സ്ട്രീമിലേക്ക് പോകും അല്ലേ. ഓരോരുത്തരും ചിലർ എൻജിനീയർ ആവാൻ പഠിക്കാൻ പോകും, ചിലർ ഡോക്ടർ ആവാൻ പഠിക്കാൻ പോകും. അങ്ങനെ പോകുമ്പോഴും നമ്മൾ ഒരുമിച്ച് അല്ലെങ്കിൽ കൂടിയും ഒരു നല്ല ഫ്രണ്ടിൻ്റെ മനസ്സിൽ എന്നും എന്തായിരിക്കും ഉണ്ടാവുക? എൻ്റെ ഫ്രണ്ട് അവൻ എവിടെയാണെങ്കിലും ഏത് വഴിയിലാണെങ്കിലും അവൻ എന്നും നന്നായിരിക്കട്ടെ, അവൻ്റെ വഴിയിൽ അവൻ സക്സസ് ആവട്ടെ എന്ന് നല്ലൊരു ഫ്രണ്ട് വിചാരിക്കുള്ളൂ. അതാണ് ഈ 2 ലൈൻസ് പറയുന്നത്. നെക്സ്റ്റ് 2 ലൈൻസ് എന്ന് പറഞ്ഞാൽ, നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി, ഹി പ്രേസ് യുവർ ട്രയംഫ് സൂൺ ടു സീ. അതായത് എന്തും ആയിക്കോട്ടെ, തൻ്റെ ഡ്രീം, അതായത് തൻ്റെ ഫ്രണ്ടിൻ്റെ ഡ്രീം എന്തും ആയിക്കോട്ടെ, അവൻ്റെ വിജയം അത് എത്രയും വേഗം അവനിൽ എത്തണം എന്നുള്ളതാണ് ആര് ചിന്തിക്കുക? ഒരു ട്രൂ ഫ്രണ്ട് ചിന്തിക്കുക. അതാണ് ഈ ഒരു 2 ലൈൻസ് പറയുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റ് സ്റ്റാൻസിൽ എത്തിക്കഴിഞ്ഞു. മൊത്തം 4 സ്റ്റാൻസയാണ് ഈ ഒരു പോയത്തിനുള്ളത്. അപ്പം 4ാമത്തെ സ്റ്റാൻസയാണ് കേട്ടോ ഇത്. There is no wish your tongue can tell, but what it is your friends as well. The life of him who has a friend is double guarded to the end. ഇതാണ് 4th സ്റ്റാൻസ. ഫസ്റ്റ് 2 ലൈൻസ് നോക്കാം. There is no wish your tongue can tell, but what it is your friends as well. എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾക്കിപ്പോൾ ഒരു വിഷ് ഉണ്ട്, പക്ഷേ അത് നിങ്ങളുടെ ഫ്രണ്ടിനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നില്ല. പക്ഷേ ആ ഒരു വിഷ് എന്ന് പറയുന്നത്, ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് എന്നാണ് പറയുന്നത്. The life of him who has a friend is double guarded to the end. അതായത് ഒരാൾക്ക് ഒരു ട്രൂ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ലൈഫ് എന്ന് പറയുന്നത് ഡബിൾ ഗാർഡഡ് എന്നാണ് പറയുന്നത്. അതായത് ഡബിൾ പ്രൊട്ടക്ഷൻ. ഗാർഡഡ് മീൻസ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഡബിൾ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ട്രൂ ഫ്രണ്ടിനെ ലൈഫ് ലോങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ എല്ലാ ഫ്രണ്ട്സും ട്രൂ ഫ്രണ്ട്സ് ആവണം എന്നില്ല. നമ്മളുടെ ലൈഫിൽ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ സങ്കടത്തിലായാലും സന്തോഷത്തിലായാലും ഒരുമിച്ച് നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ഫ്രണ്ടിനെ നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷെ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ഒപ്പം നിൽക്കാനും നിങ്ങൾക്കൊരു നല്ല കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഡബിൾ പ്രൊട്ടക്ഷൻ തന്നെയാണ്. എങ്ങനെയാണ്? അത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അതേ കൺസേണോട് കൂടി തന്നെ, അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങളുടെ ഫ്രണ്ടും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡബിൾ പ്രൊട്ടക്ഷൻ കിട്ടും എന്നാണ് കവി ഇവിടെ പറയുന്നത്. പോയം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു പോയം, എ ഫ്രണ്ട് എന്ന് പറയുന്ന പോയം എഴുതിയിട്ടുള്ള എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റിനെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം. എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട്. ഹിസ് ഫസ്റ്റ് പോയം വാസ് പബ്ലിഷ്ഡ് അറ്റ് ദ ഏജ് ഓഫ് 17. ഹി ഹാസ് റിട്ടൺ മോർ ദാൻ 11,000 പോയംസ്. എന്താണ് പറയുന്നത്? എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് ജനിച്ചത് ഇംഗ്ലണ്ടിലാണ്. വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട്. ഹിസ് ഫസ്റ്റ് പോയം വാസ് പബ്ലിഷ്ഡ് അറ്റ് ദ ഏജ് ഓഫ് 17. എന്താണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോയം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ 17ാമത്തെ വയസ്സിലാണ്. ഹി വാസ് റിട്ടൺ മോർ ദാൻ 11,000 പോയംസ്. എന്താണ്? അദ്ദേഹം 11,000 മുകളിൽ പോയംസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്.